ആജാനൂർ പഞ്ചായത്ത് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ UDF തിരിച്ചു പിടിക്കും എന്നുള്ള ഒരു വലിയ ആത്മവിശ്വാസത്തിലാണ് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും. അത്രയധികം ജനങ്ങൾ ഈ ഭരണത്തോട് മടുത്തു എന്നുള്ളതാണ്. ജനങ്ങൾക്ക് ഇവിടെ കിട്ടേണ്ട വികസനവും പുരോഗതിയും ക്ഷേമവും ഒന്നും കിട്ടാതെ നാട് മുരടിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് പോകുമ്പോൾ അതിൽ നിന്നും മോചനം ലഭിക്കാൻ നമുക്കുള്ള അവസരം കൂടിയാണത്. ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ നമുക്ക് ഒരു വ്യക്തിയുടെ, ഒരു പൗരന്റെ ഏറ്റവും വലിയ അവകാശമായ വോട്ടവകാശം അതൊരു തീരുമാനമെടുക്കാനുള്ള അവകാശമാണ്. ഇവിടെ ആര് ഭരിക്കണം, നമ്മുടെ പ്രതിനിധിയായി ഇവിടെ ആര് വരണം എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അവർ അധികാരത്തിൽ വന്നാലും നമ്മളാണ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടതും. അങ്ങനെയുള്ള ജനകീയമായിട്ടുള്ള നേതാക്കന്മാരെയാണ് ഇവിടെ UDF നമ്മുടെ മുമ്പിൽ നിർത്തിയിട്ടുള്ളത്. അവരുടെയൊക്കെ സേവനങ്ങൾ ഈ ഒരു വാർഡിലും അതുപോലെ പരിസര പ്രദേശങ്ങളിലൊക്കെ വലിയ ഗുണവും ഒരുപാട് പ്രതീക്ഷയും നൽകുന്ന ഒന്നാണ്. നമുക്കറിയാം, ത്രിതല പഞ്ചായത്ത് നമ്മുടെ ഓരോ വ്യക്തിപരമായ കാര്യങ്ങൾ നമുക്ക് നേരിട്ട് പറയാൻ ആക്സസ് ഉള്ളൊരു ബോഡിയാണ് പഞ്ചായത്തുകൾ. നമ്മുടെ വാർഡ് മെമ്പർ അതൊക്കെയാണ്. നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ അവരാണ് കൂടെ ഉണ്ടാവുക. അങ്ങനെയുള്ള ആളുകൾ എങ്ങനെയായിരിക്കണം? ജനങ്ങളുടെ ബന്ധമുള്ളവരായിരിക്കണം. എന്നും ഒരു വിളിക്കപ്പുറത്ത് ഓടിവരാൻ നമ്മുടെ കൂടെയുള്ളവരായിരിക്കണം. അതാണ് അതിൻ്റെ വിജയവും. ഈ ഒരു തെരഞ്ഞെടുപ്പ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് കഴിഞ്ഞ 10 വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന LDF സർക്കാരിനെതിരെയുള്ള ഒരു വിധിയെഴുത്തായി മാറും, അതിൽ യാതൊരു സംശയമില്ല. അത്രയധികം വികസന മുരടിപ്പാണ് കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ നമുക്കറിയാം, UDF ഭരിച്ച സമയത്ത് എത്ര കോളേജുകളാണ്, ഓരോ മണ്ഡലത്തിനും ഓരോ എയ്ഡഡ് കോളേജുകളാണ്. ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സ്കൂളുകൾ അതൊക്കെ അനുമതി കൊടുത്തു. ഇന്ന് എത്ര കോളേജുകളാണ് ഈ ഗവൺമെന്റ് കൊടുത്തിട്ടുള്ളത്? മലബാറിലെ +1 സീറ്റിലേക്ക് കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടാൻ സമരം ചെയ്യേണ്ടി വരുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും നമ്മളൊരുപാട് മുന്നോട്ട് പോവേണ്ടവരാണ്. കേരളത്തെ പോലുള്ള അഭ്യസ്തവിദ്യരായിട്ടുള്ള 100% സാക്ഷരതയുള്ള ഒരു നാട്. ഈ നാട്ടിലെ ഭരണാധികാരികൾ ആ രീതിയിലുള്ള കാഴ്ചപ്പാടില്ലാത്തവരാകുമ്പോൾ ഇവിടുന്ന് നാട് വിട്ടു പോവുകയാണ് നമ്മുടെ ചെറുപ്പക്കാരൻ.